കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിവാദ പരാമർശം നടത്തിയ മധ്യപ്രദേശ് മന്ത്രി കൻവർ വിജയ് ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്ന് സുപ്രീം കോടതി ഉയർത്തിയത്. പറയുന്ന ഓരോ വാക്കിനും മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ഭരണഘടനാ സ്ഥാനത്തിരുന്ന് നടത്താവുന്ന പ്രസ്താവനയല്ല നടത്തിയതെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിമർശിച്ചു. ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു. ശ്യാം ദേവരാജ്, ഗുഡ് ഈവനിംഗ്. കൃത്യമായി പാർട്ടിയോ അല്ലെങ്കിൽ മന്ത്രിസഭയോ ഒന്നും പിന്തുണയ്ക്കുന്നില്ല അദ്ദേഹത്തെ. അപ്പോൾ കോടതിയിൽ ചെന്നപ്പോൾ കോടതിയിൽ നിന്നും കണക്കിന് കിട്ടി എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും സുജയ ഭഗവതി, അങ്ങനെ തന്നെയാണ്. രണ്ട് കോടതിയിൽ നിന്ന്, അതായത് ഒന്ന് സുപ്രീം കോടതിയിൽ നിന്നും മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് തിരിച്ചടിയാകുന്ന നിലപാടാണ് കൻവർ വിജയ് ഷായ്ക്കെതിരെ ഉണ്ടായത്. രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി കൻവർ വിജയ് ഷായ്ക്കെതിരെ ബി ജെ പിയുടെ മധ്യപ്രദേശിലെ മന്ത്രിസഭാംഗം കൻവർ വിജയ് ഷായ്ക്കെതിരെ ഉയർത്തിയത്. പറയുന്ന ഓരോ വാക്കിനും മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ സുപ്രധാനമായ വിമർശനം. മന്ത്രിസ്ഥാനത്തിരിക്കുന്നവർ മാന്യത പാലിക്കുമെന്നാണ് പ്രതീക്ഷ. ഭരണഘടനാ സ്ഥാനത്തിരുന്ന് നടത്താവുന്ന പ്രസ്താവനയല്ലെന്നുമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിമർശനം. എഫ്ഐആർ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കൻവർ വിജയ് ഷാ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജി നാളെ പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. സംഭവത്തിൽ മാപ്പ് പറഞ്ഞുവെന്നും പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നുമാണ് കൻവർ വിജയ് ഷാ സുപ്രീം കോടതിയിൽ നൽകിയ വിശദീകരണം. ഇതിൽ കൻവർ വിജയ് ഷായ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ദുർബലമാണ് എന്നാണ് മധ്യപ്രദേശ് ഹൈക്കോടതി നിന്ന് നിരീക്ഷിച്ചത്. ഇക്കാര്യത്തിൽ കർശനമായ എഫ്ഐആറിന്റെ ഉള്ളടക്കത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു മധ്യപ്രദേശ് ഹൈക്കോടതി.